സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തെ ന്യായീകരിക്കുന്നവർക്ക് സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഔചിത്യമില്ലാതെ നടപ്പാക്കിയ കറൻസി പരിഷ്കരണത്തെ ന്യായീകരിക്കാനാണ് കേന്ദ്രം ഡിജിറ്റലൈസേഷനെക്കുറിച്ച് സംസാരിക്കുന്നത്. സർവീസ് ചാർജ് ഇനത്തിൽ വൻ തുക ഈടാക്കാൻ റിലയൻസിനും മറ്റും അവസരമൊരുക്കുകയാണ് ഇതുവഴി കേന്ദ്ര സർക്കാരെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കൊച്ചിയിൽ സഹകരണ സംരക്ഷണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ എന്താണ് അതിന്റെ ഉന്നം? നമ്മുടെ നാട്ടിലെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, ആ കാശ് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില കൊടുത്ത് ആ സാധനം നമ്മൾ വാങ്ങുന്നു. ഇതിന് കുറച്ച് പൈസ വേറൊരാൾക്ക് ഇരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കും ആരെങ്കിലും? സാധാരണ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാർഡിനും ഒരു സർവീസ് ചാർജ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടൊരു കാശ് കൊടുക്കണം. അതിൽ ഏറ്റവും കൂടുതൽ റിലയൻസിനെ പോലുള്ളവർക്ക് കിട്ടാനാണ് ഇതിന്റെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയുള്ളവരെ തടിപ്പിക്കാനുള്ള വശമാണിപ്പോൾ ചിലർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തെ ചോർത്തിയെടുക്കാനുള്ള ചിലരുടെ ശ്രമമാണ് കുപ്രചരണത്തിനു പിന്നിൽ. സഹകരണ ബാങ്കുകൾക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും KYC പാലിക്കാൻ തയ്യാറാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. നോ യുവർ കസ്റ്റമർ അല്ലേ, അത് പൂർണ്ണമായി സഹകരണ മേഖല പാലിക്കുന്നു. അത് പാലിക്കുന്നതിന് ഒരു പ്രയാസവും സഹകരണ മേഖലയ്ക്ക്. അപവാദ പ്രചരണങ്ങൾക്കെതിരെ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. സഹകാരികളും ജീവനക്കാരും വീടുകൾ സന്ദർശിച്ച് പ്രചരണം നടത്തും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇടതുവലതു മുന്നണി നേതാക്കൾ, മുൻ മന്ത്രി KM മാണി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.